സെൽഫ് റെസ്പെക്ട് എന്താണ്, ഞാൻ എനിക്ക് വലുത് തന്നില്ലെങ്കിൽ മറ്റൊരാൾ എനിക്ക് വലുത് തരാൻ പോകുന്നില്ല. പക്ഷെ നമുക്ക് ഇവിടെ ഉള്ളായിരുന്ന ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഞാൻ എത്രയും താഴ്ന്നു നിന്ന് കൊടുക്കുന്നു, ഞാൻ അത്രയും മഹാനാണ് എന്നൊക്കെ. അപ്പം ആളുകൾ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനും നമ്മളെ ഉപയോഗിക്കുന്നതിനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യക്കാരെപ്പോഴും ഒരു ബോസിന് താഴെ ഉള്ള ഒരു ജോലിയിൽ ഒതുങ്ങിക്കൂടാനാണ് താല്പര്യം. അവർക്ക് ആ കമാൻഡ് വേണം. അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല. ഈ നയിക്കുന്നതിനുള്ള കോൺഫിഡൻസ് ഉള്ളൊരു വളരെ കുറവാണ്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ തന്നെയാണെങ്കിലും അവർക്ക് ആരെങ്കിലും ഒരാൾ നയിക്കുന്നതിന്റെ താഴെ ആ കമാൻഡ് അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനാണ് അവരുടെ സ്കൂളിലൊക്കെ പറഞ്ഞു പഠിപ്പിച്ചേക്കുന്നത്. അങ്ങനെയാണ്, പറയുന്നത് കേട്ടാ മതി, അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. പറയുന്നത് കേട്ട് ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നീ മിടുക്കനാണ്, നീ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയണ്ട. വീട്ടിലാണെങ്കിലും അങ്ങനെ, സ്കൂളിലാണ്, ആ ഒരു രീതിയിലാണ് നമ്മുടെ സിസ്റ്റം നിലനിൽക്കുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അവിടെ കണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ എക്സ്ട്രീം കാര്യങ്ങളും അവിടെ കണ്ടിട്ടുണ്ട്. എന്റെ പേഷ്യന്റ് ഒക്കെ വന്നിട്ട് ദിസ് ഈസ് മൈ എക്സ് ഹസ്ബൻഡ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ പരിചയപ്പെടുത്തുന്നത് എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു. ആദ്യം കുട്ടിയുണ്ട് എന്ന് പറയുന്ന നമ്മുടെ ഒരു പശ്ചാത്തലം അനുസരിച്ച് മാരീഡ് എന്നുള്ളത് നമുക്ക് ടിക്ക് ചെയ്ത് പോകാന്നുള്ളതാണ്. എത്ര കുട്ടികൾ, 2 കുട്ടികളുണ്ട്. പക്ഷെ മാരീഡ് ആയിരിക്കണമെന്നില്ല. പിന്നെ ഞാൻ വീണ്ടും ചോദിക്കുന്നത് ആര് മാരീഡ് എന്ന് വീണ്ടും നമ്മൾ ചോദിക്കേണ്ട ഒരു ഇതാണ്. അപ്പൊ അവർക്ക് കുട്ടികളുണ്ടാകുന്നതിന് കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമില്ല. അവര് ലിവിങ് ടുഗദർ അവിടുത്തെ ഒരു നോർമൽ കാര്യമാണ്. അങ്ങനെ ആ റിലേഷൻഷിപ്പിന്റെ ഒരു 2 എക്സ്ട്രീമാണ് കണ്ടത്. ഇവിടെ ഞാൻ ജീവിച്ചതും ഇവിടെ പക്ഷെ കാര്യങ്ങൾ ഇപ്പൊ ഒത്തിരി മാറിയിട്ടുണ്ട്. അതൊരു ഫാക്റ്റാണ്, നമ്മൾ അംഗീകരിക്കണം. അത് നല്ലതുമാണ്. എല്ലാ ഭാഗത്തു നിന്നുള്ള ഇൻഫ്ലുവൻസ് നമ്മുടെ സൊസൈറ്റിയിൽ എപ്പോഴും വന്നു ചേർന്നിട്ടുണ്ട്. ഞാൻ കണ്ടത് 2 എക്സ്ട്രീം ആയതുകൊണ്ട് എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തു. ആളുകളുടെ ലൈഫും റിലേഷൻഷിപ്പും ആ കാര്യങ്ങളൊക്കെ. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഞാൻ റിലേഷൻഷിപ്പിനെ പറയുന്നുണ്ട് ഈ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിന് കുറച്ചൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് തോന്നുന്നു. ഒരു കൗൺസിലർ അല്ലെ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും റിലേഷൻഷിപ്പിന് ഇടയ്ക്ക് നമ്മൾ വന്ന് കയറും. 2 പേരോടും സംസാരിക്കുകയും അത് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് കുറച്ചുകൂടെ നമുക്ക് ഒരു ആധികാരികമായിട്ട് അതിനകത്ത് പറയാൻ പറ്റുമോ എന്നുള്ളൊരു പോസിറ്റീവ് സൈഡും കൂടെ ഉണ്ട് അതിനകത്ത്. അല്ല, ഷിനോദ് അവിടെ ചെയ്യുന്ന ജോലി ഇതേപോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ? അതേ ഏത് ഏരിയയിലാണ്? നമ്മുടെ പേഷ്യൻസിന് സപ്പോർട്ടീവ് കൗൺസിലിംഗ് എന്നുള്ളതാണ് അത്. തീർച്ചയായിട്ടും അതിനകത്ത് ഫാമിലി ഇൻവോൾവ് ആണ്. മാധ്യമങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു റീലോ വീഡിയോയിലോ മറ്റോ കണ്ടതായി. ഇപ്പൊ എലോൺ മസ്ക്, സക്കർബർഗ്, ഇങ്ങനെ ഒരുപാട് മുതലാളിമാര് നമ്മുടെ മാധ്യമങ്ങളൊക്കെ വാങ്ങുന്നതിനെ കുറിച്ചുള്ള ഒരു ആശങ്കയും കൂടെ പങ്കുവച്ചിരുന്നു. ഇതൊരു ഇന്ത്യൻ സാഹചര്യത്തിൽ ഇപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. ഇതിങ്ങനെ കമ്പയർ ചെയ്ത് ചർച്ച ചെയ്യുമ്പോൾ സമീപ ഭാവിയിൽ എന്തായിരിക്കും നമ്മുടെ മാധ്യമ ലോകം എന്നാണ് നിങ്ങളെ പോലെയുള്ള ബ്ലോഗേഴ്സ് കരുതുന്നത്? മാധ്യമങ്ങൾ ഇപ്പൊ തന്നെ ഓരോരുത്തരും ഓരോ സൈഡാണ്, അത് റിയാലിറ്റിയാണ് അല്ലേ? നമ്മൾ